അമ്മേ ശരണം ദേവി ശരണം. കുംഭഭരണി കൊടിയേറ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആദ്യ ചടങ്ങ് മലയൻ തട്ടാൻ്റേതാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ആ ചടങ്ങ് ബ്രാഹ്മണ മേധാവിത്വത്തിന് മുൻപുണ്ടായിരുന്ന ആചാരങ്ങളുടെ ഭാഗമായി വേണം കരുതാൻ. ഇതിന് സമാനമായ ചടങ്ങ് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ മീനഭരണി മാത്രമല്ല, കൊടുങ്ങല്ലൂർ കാവിലെ പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പല ബ്രാഹ്മണേതര വർഗക്കാർക്കും പല അവകാശങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മലയൻ തട്ടാന് ഈ അവകാശം കിട്ടിയത് എങ്ങനെ എന്ന ഐതിഹ്യം നമുക്ക് പരിശോധിക്കാം. അതായത് ഈ മലയൻ തട്ടാന്റെ കുടുംബക്കാര് തന്നെ പറയുന്നത്, സാക്ഷാൽ ഭദ്രകാളി ദാരിക വധം കഴിഞ്ഞു വരുമ്പോൾ ദേവിയുടെ ഉടയാടയിൽ നിറയെ രക്തം പുരണ്ടിരിക്കുന്നത് കണ്ട് ഈ കുടുംബക്കാര് പുതിയ ഉടയാടയും സന്തോഷ സൂചകമായി ഒരു സ്വർണ്ണത്താലിയും സമർപ്പിച്ചത്രേ. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അവകാശം ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ പൂർവികർ പറഞ്ഞതനുസരിച്ച് ഈ ചടങ്ങുകൾ നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അത് ചരിത്രമായിട്ട് നേരത്തെ ഉള്ളതാണ്. ഇതിന്റെ കൊടിയേറ്റ ചടങ്ങ് ദേവിയുടെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ ചടങ്ങിനുള്ള അവകാശം കൂടാതെ വേറെയും ചില അവകാശങ്ങൾ ഇവർക്കുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ചടങ്ങുകളെ കുറിച്ചെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത് പതിവ് പുസ്തകം എന്ന വളരെ പുരാതനമായിട്ടുള്ള പുസ്തകത്തിലാണ്. അത് പ്രകാരം ഈ മലയൻ തട്ടാന്റെ വീട്ടില് വിവാഹത്തിന്, അതായത് കുട്ടി ഒന്നിന് ഒരു സ്വർണ്ണത്താലിയും 2 മുറി വസ്ത്രവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 റുപ്പിക 8 അണയും, അതുപോലെ തന്നെ മരണം നടന്നാൽ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് 2 മുറി വസ്ത്രം വാങ്ങുന്നതിനായിട്ട് 1 റുപ്പിക 4 അണയും അവകാശമുണ്ട്. അങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിപ്പോ കൊടുക്കുന്നുണ്ടോ, അത് അവകാശമായിട്ട് മലയാൻ തട്ടാന്റെ കുടുംബക്കാർ വാങ്ങുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഏതായാലും അവകാശം പതിവ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. ഇനി ഇതേപോലെ കൊടികയറ്റവുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും വേറെ പല ക്ഷേത്രങ്ങളിലും മലയന്മാർക്ക് ചില അവകാശങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗിരിവർഗക്കാരനായ ഒരു മലയൻ തീ കത്തിച്ചു കൊടുത്തുകൊണ്ടാണ് വാർഷിക ഉത്സവം കുറിക്കുന്നത്. അതേപോലെ തന്നെ തിരുനാവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചെറുമീ കൊണ്ടുവരുന്ന മാല നിർബന്ധമാണ് എന്ന് മാത്രമല്ല, രാജാക്കന്മാരും പ്രഭുക്കന്മാരും കൊണ്ടുവരുന്ന മാലകളെക്കാൾ വിലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതും ഈ ചെറുമി സമർപ്പിക്കുന്ന മാലയ്ക്കാണ്. ഇനി കൊടുങ്ങല്ലൂർ കാവില് മലയൻ തട്ടാന്റെ ചടങ്ങ് കഴിഞ്ഞാൽ കൊടി നാട്ടുന്നതിനുള്ള അല്ലെങ്കിൽ കൂറ കെട്ടുന്നതിനുള്ള അവകാശം മറ്റൊരു സമുദായത്തിലെ പ്രത്യേക കുടുംബക്കാർക്കാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നന്ദി, നമസ്കാരം.